ഗുഡ് ഈവനിങ്. ഇൻബൈറ്റ് അക്കാഡമി രക്ഷിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ് സീരീസിന്റെ 3ാമത്തെ സെഷനാണ് ഇന്ന്. ഇതിനു മുൻപ് ഞങ്ങളുടെ സംഘടന TCRC ട്രാൻസ്ഫോമിംഗ് ചിൽഡ്രൻ ഇൻ ടു റെസ്പോൺസിബിൾ അംഗങ്ങളായ പ്രൊഫസർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ, ശ്രീമതി മീനാക്ഷി വീട്ടിൽ എന്നീ രണ്ടുപേരാണ് കാത്തിരുന്നത്. ഇന്നത്തെ സെഷൻ ഞാനാണ് കൈകാര്യം ചെയ്തത്. എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ വിഷയം സൈബർ സേഫ്റ്റി ആൻഡ് ലീഗൽ അവയർനെസ് എന്നുള്ളതാണ്. നമ്മളെല്ലാം ഇപ്പോ പകുതി റിയൽ വേൾഡിലും പകുതി സൈബർ വേൾഡിലുമാണ്. നമ്മളും നമ്മുടെ കുട്ടികളുമെല്ലാം, കുട്ടികളും നമ്മളും തമ്മിൽ ആ കാര്യത്തിലുള്ള വ്യത്യാസം മീനാക്ഷി മാഡത്തിന്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിതാണ്, they were born into that world. അതുകൊണ്ട് അവരെ വിളിക്കുന്നത് സൈബർ നേറ്റീവ്സ് എന്നാണ്. They are the natives of cyber world. ഇതെല്ലാം ഉള്ള ഒരു ലോകത്തിലേക്കാണ് അവർ ജനിച്ചു വീണത്. അപ്പൊ ഈ സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്നത് അവരെ സംബന്ധിച്ച് സെക്കൻഡ് നേച്ചറാണ്. പ്രത്യേകം പഠിക്കാനൊന്നുമില്ല. പക്ഷേ രക്ഷിതാക്കളായി നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജനിച്ചു വളർന്ന കാലത്ത് ഇതില്ല. 1990-കളിലാണല്ലോ ഈ മൊബൈൽ ഫോൺ തന്നെ വന്നത്. നമ്മുടെ അടുത്ത് എത്തിയപ്പോ 2000 ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ പറഞ്ഞ ലോകത്തേക്ക്, സൈബർ വേൾഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ സൈബർ മൈഗ്രൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു തപ്പലുണ്ട്. ഈ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതിന്റെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ലോകത്തിലെ വേൾഡ് വൈഡ് വെബില് കയറി കളിക്കുമ്പോഴൊക്കെ മുതിർന്നവരായ നമുക്ക് കുറച്ച് പരിചയക്കുറവുണ്ടെങ്കിൽ കുട്ടികൾക്കതില്ല. അപ്പോ വേൾഡ് വൈഡ് വെബ് WWW ഇത് വല്ലാത്തൊരു വെബാണ്. വെബ് വല, നല്ല പേര് തന്നെ ആര് തന്നെയാണ് കൊടുത്തത്. ഈ വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരുപാട് മിടുക്കന്മാരുണ്ട്. ഒരു എട്ടുകാലി വലയെ ഒന്ന് സങ്കല്പിക്കുക. ഒരു വലിയ എട്ടുകാലി വല, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു എട്ടുകാലി വല. അപ്പൊ അതിൽ അവിടെ ഇവിടെ പല വർഗത്തിൽപ്പെട്ട എട്ടുകാലികൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇര പിടിക്കാനിരിക്കുക. തീരെ സംശയിക്കാത്ത ഒരുപാട് പ്രാണികൾ നേരെ പോയിട്ട് ഈ വലയിലേക്ക് ചാടും. പക്ഷെ അതുകൊണ്ട് നമ്മള് ഈ ഇത്തരം ഭീതികളുള്ളത് കൊണ്ട് നമ്മള് കമ്പ്യൂട്ടർ ഉപയോഗിക്കരുതെന്നല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല. ഇവ രണ്ടും തരുന്ന, നമുക്ക് തരുന്ന ഒരുപാട് സൗകര്യങ്ങളുള്ളത് ഒഴിവാക്കണം എന്നല്ല, ഒരിക്കലും അല്ല. ഏത് കാര്യം ഉപയോഗിക്കുമ്പോഴും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, അപകടരഹിതമായി ഉപയോഗിക്കാം, കുഴപ്പമുള്ള രീതിയിൽ ഉപയോഗിക്കാം, നമുക്ക് തന്നെ അപകടം വരുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഒരു കത്തിയുടെ കാര്യം ആലോചിച്ച് നോക്കാം. കത്തി ഉപയോഗിച്ച് നമുക്ക് മാങ്ങ മുറിക്കാം, കേക്ക് മുറിക്കാം, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ മുറിയും, പല അപകടങ്ങൾ വരും. എന്ന് പറഞ്ഞതുപോലെ വളരെ അപകടകരവും അതേസമയം വളരെ ഉപയോഗപ്രദവുമായ ഒരു സംഗതിയാണ് സൈബർ വേൾഡ്. WWW, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വല. അപ്പൊ അതിന്റെ പോസിബിലിറ്റീസും അപകടങ്ങളും. അതുപോലെ
എന്തെങ്കിലും കുരുക്കിൽ നമ്മുടെ കുട്ടികൾ പെട്ടാൽ നമുക്കും പെടാൻ കേട്ടോ, നമുക്കും പെടാം, നമ്മളും പെടാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമവശങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ജെറി അമൽദേവ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ കുറച്ച് നല്ല സിനിമകളിൽ സംഗീതം ചെയ്ത, എല്ലാ മലയാളികൾക്കും പരിചയവും സ്നേഹവും ബഹുമാനവുമുള്ള ഒരു വന്യ വയോധികനാണ് ജെറി അമൽദേവ്. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു വീഡിയോ കോൾ വന്നു. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ CBIയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ യൂണിഫോം ഒക്കെ ഇട്ട് സത്യമേവ ജയതയെ എന്നൊക്കെ എഴുതി എംബ്ലം ഒക്കെ ആയിട്ട് ഉള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിക്കുന്നു. ആ വിളിച്ചയാള് ജെറി അമൽദേവിനോട് പറഞ്ഞു, നിങ്ങള് ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു 2.5 കോടി രൂപയുടെ ഇടപാടിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ഒരുപാട് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് 2.5 കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ജെറി അമൽദേവ് യാതൊരു ഇടപാടും നടത്തിയിട്ടില്ല. ഞങ്ങളൊരു വലിയൊരാളെ പിടിക്കാൻ പോവാണ്. ഒരു വിമാന കമ്പനിയുടെ ഉടമസ്ഥനാണ് അയാൾ. അയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളിലൂടെ പോവുകയാണ്. നിങ്ങൾ ഈ കാര്യം ആരോട് പറയരുത്. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു 2 ലക്ഷം രൂപ, ചെറിയ എമൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ ഉടൻ തന്നെ ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജെറി അമൽദേവ് ഇത് കേട്ട് പേടിച്ചുപോയി. ഇദ്ദേഹം നേരെ എറണാകുളത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടുത്തെ ഫെഡറൽ ബാങ്കിന്റെ ഒരു ശാഖയിലേക്ക് കയറി ചെന്നു. ഫോൺ ഇങ്ങനെ ചെവി വെച്ചിരിക്കുകയാണ്. ആദ്യം വീഡിയോ കോൾ ആയിരുന്നു, പിന്നെ ഓഡിയോ കോൾ ആക്കി. അതാണ് ചെവി വെച്ചോണ്ട് കയറി ചെന്നു, ഫോണും വെച്ചോണ്ട് അകത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടുത്തെ ഈ മാനേജറുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 2 ലക്ഷം രൂപ ഉടനെ RTGS ചെയ്യണം. ഫോൺ എടുത്തിട്ടില്ല ചെവിന്ന്. അപ്പോ ഈ വയോധികനായ ജെറി അമൽദേവിന്റെ, നമ്മൾ ബഹുമാനിക്കുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറുടെ രീതികൾ കണ്ടപ്പോ എന്തോ ഒരു പന്തി കേട്ടു ഈ മാനേജർക്ക് തോന്നി. ഒരു ലേഡിയാണ്. സാർ കടലാസ് ഫോം കൊടുത്തു, എന്തൊക്കെയാ എഴുതേണ്ടത് അവര് തന്നെ ഫില്ലപ്പ് ചെയ്യാൻ സഹായിച്ചു. എന്നിട്ട് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്? അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ബ്രാഞ്ചിലുള്ള ജനതാ സപ്പോർട്ട് എന്ന് എന്താ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പൈസ മാറ്റേണ്ടത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ വലിയ മനുഷ്യന്റെ ആ പമ്പലും പരിങ്ങലും ഈ അക്കൗണ്ടിന്റെ പേരും ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ ഇവർക്കത് പേടിയായി. അവർ പറഞ്ഞു, സാർ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജെറി അമൽദേവ് ആദ്യം അരിശപ്പെട്ടു ഇവരോട്, അതെന്താ എന്റെ പൈസ, ഇറ്റ്സ് മൈ മണി, നിങ്ങൾക്ക് എന്താ അത് ട്രാൻസ്ഫർ ചെയ്താൽ? അപ്പൊ അവര് പറഞ്ഞു, സാർ അത് ആരുടെ ആണെങ്കിലും ദിസ് ഇസ് ഹാർഡ് ഏൺഡ് മണി, സാറിന്റെ ആണെങ്കിലും തൽക്കാലം ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഞാനത് ട്രാൻസ്ഫർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ പോയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് കാര്യം പറഞ്ഞു. അങ്ങനെ ജെറി അമൽദേവ് രക്ഷപ്പെട്ടു. ഇതുപോലെയുള്ള കുഴുക്കുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും, മുമ്പേ ഞാൻ പറഞ്ഞ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന വലിയ വലവഴി നമ്മെ കുരുക്കാൻ വരാം, നമ്മുടെ മക്കളെ കുരുക്കാൻ വരാം. നമ്മുടെ മക്കൾ ഈ പറഞ്ഞ IT രംഗത്ത് സൈബർ യൂസിൽ നമ്മളെക്കാൾ പ്രഗത്ഭരാണെങ്കിലും അവരുടെ മനസ്സ് നമ്മുടെ എത്ര അനുഭവങ്ങൾ ഉണ്ടാകാത്തതായതുകൊണ്ട് അത്രയും പക്വത ആർജിക്കാത്ത മനസ്സുകൾ അവർക്കുള്ളത്. അവരിതിനകത്ത് പെടാം. അങ്ങനെ പെട്ട ഒരുപാട് ആൾക്കാരെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ്സും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയും തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെഷൻ നടത്തുന്നത്.
ആദ്യമായിട്ട് ഈ ഡിജിറ്റൽ വേൾഡ് എന്താണ് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. വാട്ട് ഈസ് ഡിജിറ്റൽ വേൾഡ്? ഇപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടർ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ അതുപോലത്തെ ഗാഡ്ജറ്റ്സ് വഴിയോ നമ്മൾ ബന്ധപ്പെടുന്ന ആ ഒരു വിശാലമായ ലോകമുണ്ടല്ലോ, അതാണ് ഡിജിറ്റൽ വേൾഡ്. റിയൽ വേൾഡിന് അപ്പുറത്തുള്ള ഒരു 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 സാങ്കല്പിക ലോകമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യും. ഒരു ദിവസം പല ദിവസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാം. വെള്ളം കിട്ടിയാൽ മതി. ഇനി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം മനുഷ്യൻ ജീവിക്കാം, 2-3 ദിവസം ജീവിക്കാം എന്നൊക്കെയാണ് സയൻസ് പറയുന്നത്. മൊബൈൽ ഫോൺ ഇല്ലെങ്കിലോ? മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി. ഒരു ദിവസം മൊബൈൽ ഫോൺ ഇടാതെ വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാര് എത്ര പേര് അത് കൂളായിട്ട് കൈകാര്യം ചെയ്യും? എനിക്കത് സാധിക്കില്ല, എനിക്ക് തോന്നുന്നില്ല. ഒരു 3 മാസം മുമ്പ് ഒരു ദിവസം എന്റെ മൊബൈൽ ഫോൺ കാണാതെ, അത് പെട്ടിക്കകത്ത് വിട്ടുപോയതായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഒരു രാത്രി മൊബൈൽ ഫോൺ ഇല്ലാതെ ഞാൻ ചെലവഴിച്ചു, ഒരു പകലിന്റെ കുറച്ച് ഭാഗം. അപ്പൊ എനിക്ക് വല്ലാതെ അസ്വസ്ഥത. ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാവുമോ, എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടാവുമോ, പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളാണ്. അപ്പോ നമ്മളെല്ലാം ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ മൊബൈൽ ഫോണും ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതൊരു അഡിക്ഷന്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മളെല്ലാം യൂസ്ഡ് ടു ഇറ്റ് എന്നുള്ള അവസ്ഥ ആയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ പ്ലാറ്റ്ഫോംസിനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ നമുക്കൊരു 4 തിരിക്കാം. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുന്നുള്ളൂ. അറിയാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി വ്യക്തതയോടെ പറയുക, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒന്ന്, സോഷ്യൽ മീഡിയ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ ഇങ്ങനെ വകതിരിക്കാം. ഒന്ന്, സോഷ്യൽ മീഡിയ. അതെന്താണ്? ഇൻസ്റ്റാഗ്രാം പോലെ, ഫേസ്ബുക്ക് പോലെ നമുക്ക് ലോകത്തിലെ പല സ്ഥലങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായി, സൊസൈറ്റിയുമായി അതാണ് ബന്ധപ്പെടാനുള്ള മീഡിയ, സോഷ്യൽ മീഡിയ. അതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു രൂപം. രണ്ടാമത്തേത് മെസ്സേജിങ് ആപ്സ്. നമുക്ക് മെസ്സേജ് അയക്കാൻ അതില് ഈ അടുത്ത കാലത്ത് വന്നതാണെങ്കിലും വല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി മാറിയിരിക്കുന്ന വാട്സപ്പിനാണ് എൻ്റെ ചിന്തയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ആദ്യമായിട്ട് വാട്സപ്പ്, അതുപോലെ നമ്മുടെ ഗൂഗിളിന്റെ, ഫേസ്ബുക്കിന്റെ തന്നെ മെസ്സഞ്ചർ ആപ്പ്, ഇതൊക്കെ മെസ്സേജിങ് ആപ്സിന് ഉദാഹരണങ്ങളാണ്. ഒരുപാടുണ്ട്. മറ്റൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓൺലൈൻ ഗെയിംസ് ആണ്. ഓൺലൈൻ ഗെയിം കളിച്ച് ജീവിതം നമ്മൾ നശിപ്പിച്ച ഒരുപാട് പേരാണെന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാം ഒന്നും അപകടകരമൊന്നുമല്ല. പലതും ഗുണകരവും എഡ്യൂക്കേറ്റീവുമാണ്. പല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. മുമ്പേ കത്തിയുടെ കാര്യം പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നാലാമത്തേത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ 4ാമത്തെ രൂപം AI ടൂൾസ്. ഈ അടുത്ത കാലത്ത് വന്ന ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പല ടൂൾസ്, പല രൂപങ്ങൾ. ഓപ്പൺ AI, നമ്മുടെ ഇവരുടെ ഗൂഗിളിന്റെ ജെമിനായി, കുറെ ഉണ്ടല്ലോ. അമേരിക്കക്കാരുണ്ടാക്കിയത്, ചൈനക്കാരുണ്ടാക്കിയത്, ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം എന്നല്ലാന്ന് പറയുന്നത്. അതിന്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഇതെല്ലാം AI നമുക്ക് തന്ന ടൂൾസ്. അപ്പോ മുൻപില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ലോകത്തിന്റെ വിജ്ഞാനത്തെ ഒരു വിരൽത്തുമ്പ് കൊണ്ട്, ഒരു ക്ലിക്ക് കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരാനൊക്കെ ഇവ നമ്മെ സഹായിക്കും. നമ്മുടെ കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. പക്ഷേ കത്തി പോലെ, വൈദ്യുതി പോലെ ഒക്കെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഭാഗ്യം പറയണ്ടല്ലോ. അപ്പൊ എനിക്ക് 10 പോയിന്റ്സ് എന്ന് പറയാനുള്ളത്. 11 പോയിന്റ്സ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്
ഡിജിറ്റൽ വേൾഡ് എന്നതിനെപ്പറ്റി ചെറിയ ധാരണയൊക്കെ ഞാൻ തരാൻ ശ്രമിച്ചു. രണ്ടാമത്തത് ആശയം ഡിജിറ്റൽ ഫുട് പ്രിന്റ്. അതെന്താ സംഭവം? സാധാരണ ഫുട് പ്രിന്റ്, കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്. നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിൽ കയറി ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും എന്ന് പറയുന്നത് പോലെയാണത്. കല്ല് ഗുരുത്വാകർഷണം കാരണം നേരെ ഭൂമി പതിച്ച് ആരെയുടെ ശരീരത്തിൽ കൊണ്ടില്ലെങ്കിൽ അപകടം വ്യക്തമായി എവിടെയെങ്കിലും കടന്നു പോകും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡിൽ ചെയ്ത ഒരു കാര്യം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. അത് മുമ്പേ ഞാൻ പറഞ്ഞ വേൾഡ് വൈഡ് വെബിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, എവിടെയെങ്കിലും അത് കിടക്കുന്നുണ്ടാവും. അത് നമുക്കെതിരെ ഉപയോഗിക്കാവുന്ന ആയുധമായി എവിടെയെങ്കിലും ഉണ്ടാകും. ഇപ്പൊ തന്നെ നമുക്കെതിരെ നല്ല പല ആൾക്കാർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, നമ്മള് ഓൺലൈനിൽ ഒരു സാധനം വാങ്ങാമെന്ന് സെർച്ച് ചെയ്തെന്ന് വിചാരിച്ചു. ഒരിടയ്ക്ക് എനിക്ക് ഈ ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കമ്പം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊറോണ കാലത്ത്. അപ്പൊ നമ്മൾ ഒരു ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഷർട്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ അധികം ആൾക്കാരുടെ, കുറെ അധികം കമ്പനികളുടെ വിവരങ്ങൾ വരുന്ന കണ്ടിട്ടില്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ആ ആപ്പ്, ഇപ്പൊ ഫേസ്ബുക്കോ എന്താണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മീഡിയം നമ്മളുടെ താല്പര്യം മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് അയച്ചു തരികയാണ്. അതുപോലെ ഇപ്പൊ നമ്മളൊക്കെ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. എന്റെ വീട്ടില് ഗൂഗിൾ ബോട്ട് എന്ന് പറഞ്ഞൊരു സാധനം വിളിക്കും, പാട്ട് കേൾക്കാൻ ഞാൻ വെച്ചിരിക്കുന്ന. അപ്പൊ അതവിടെ ഇരിക്കും, നമ്മൾ എടുത്ത് കളയുന്നൊന്നുമില്ല, അവിടെ ഇരിക്കുകയാണല്ലോ. ഇവിടെ ഇരുന്ന് എന്തെങ്കിലും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മണിക്കൂർ കഴിയുമ്പോ നമ്മുടെ ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഉദാഹരണമായിട്ട് ഒരാൾ എന്റെ സുഹൃത്ത്, ഒരാളുടെ ബന്ധുവാണ്, ഒരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ മനുഷ്യ പരിണാമവും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ ചേർത്തൊരു പുസ്തകം. ഞങ്ങളത് കുറെ കാലം ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു, ഫോണിൽ പല ദിവസങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാനിത് സെർച്ച് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എന്താ പറഞ്ഞെന്നറിയാമോ? നമ്മളുടെ ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡിലെ ആക്ടിവിറ്റി ആരൊക്കെയോ വീക്ഷിക്കുന്നുണ്ട്. നമ്മൾക്ക് പിന്നെ കുറച്ചൊക്കെ ലോകപരിചയമുള്ളത് കൊണ്ട് അതുകൊണ്ട് അപകടം അധികം ഉണ്ടാകുന്നില്ല. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. ഇവരുടെ ഓൺലൈൻ ആക്ടിവിറ്റി നിരീക്ഷിക്കുന്ന ചില കഴുകന്മാർ ഈ കൊച്ചു കോഴി കുഞ്ഞുങ്ങളെ, പക്ഷി കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാൻ വേണ്ടി ഈ പറഞ്ഞ ഡിജിറ്റൽ ലോകത്ത് ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്, ഡിജിറ്റൽ ആകാശത്ത് പറന്നു നടക്കുന്നുണ്ട്. എവിടെയാണ് പറന്നിറങ്ങി ഈ ഒരു കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകേണ്ടത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരുപാട് കഴുകന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഡിജിറ്റൽ ഫുട് പ്രിന്റ്, നമ്മൾ ഡിജിറ്റൽ ഉപയോഗം നടത്തുമ്പോൾ നമ്മൾ അവിടെ അവശേഷിപ്പിക്കുന്ന അടയാളങ്ങളെ നമുക്ക് ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്ന് വിളിക്കാം. ഇത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്, അതുവഴി നമുക്ക് അപകടവും വരാം. നമ്മളിടുന്ന ഫോട്ടോസ്, നമ്മളിടുന്ന കമന്റ്സ്, നമ്മളിടുന്ന ലൈക്സ്, നമ്മുടെ ഷെയർസ്, നമ്മുടെ സെർച്ചസ്, നമ്മുടെ വിസിറ്റ്സ്, ഇതെല്ലാം. അപ്പോ നമ്മൾ ഈ ഓൺലൈനിലേക്ക് കടക്കുന്നതിന് മുൻപ്, നമ്മളുടെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും എന്ത് കിട്ടിയാലും അപ്പത്തട്ട് നമുക്ക് കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പിൽ പ്രത്യേകിച്ച് ഒരുപാട് ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്, സുഹൃത്തുക്കളുടെ ഗ്രൂപ്പ്, നമ്മുടെ ഔദ്യോഗികമായ മേഖലയിലെ ഗ്രൂപ്പ്, ഇവർക്കെല്ലാം തട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു ഷെയർ സംതിങ്, you are becoming the responsible for that.
ഒരാൾ അയച്ചത് കാണുക മാത്രം ചെയ്ത് അത്ര അപകടമില്ല. അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വം വരുന്നത് നമ്മൾ അറിയുന്നുണ്ടല്ലോ. പലപ്പോഴും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഷെയർ ചെയ്തതിന്റെ പേരിൽ ഗോതമ്പുണ്ട തിന്നേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ പട്ടികയിൽ നമ്മളോ നമ്മുടെ മക്കളോ വരരുത്. അപ്പോ തിങ്ക് ബിഫോർ യു ഷെയർ. ഇതൊരു ഒരു ഫോർമുലയാണ്. തിങ്ക് എന്നൊരു ഫോർമുല, THINK. തിങ്ക്, അതിന്റെ T സ്റ്റാൻഡ്സ് ഫോർ ട്രൂ. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന സാധനം സത്യമാണ്, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാവൂ. അടുത്ത അക്ഷരം H ആണ്. THINK ആണല്ലോ. H, ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഇത് ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാവൂ. അടുത്തത് THI, ഈസ് ഇറ്റ് ഇൻസ്പയറിംഗ്? ഏതെങ്കിലും ആൾക്കൊരു ഇൻസ്പിറേഷനായി മാറുന്ന രീതിയിലുള്ള സാധനമാണോ ഇത്? ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാവൂ. THIN, നെസസറി. ഇത് ആവശ്യമുണ്ടോ? എനിക്കോ മറ്റുള്ളവർക്കോ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈസ് ഇറ്റ് നെസസറി? അവസാനത്ത് THINK, കൈൻഡ്. ഈസ് ഇറ്റ് കൈൻഡ്? ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടാകുമോ? ചിലർ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഇത് കിട്ടട്ടെ, ഒന്ന് കൊള്ളട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അപകടമാണ്. എറിയുന്ന സാധനം തിരിച്ചു വരും, ഡബിൾ ഫോഴ്സ് തിരിച്ചു വരും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോ നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു സാധനം ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ 5 ക്രൈറ്റീരിയ, THINK, അതൊരു ഫോർമുലയാണ്. അപ്പൊ അതിലൂടെ കടന്നു പോയിട്ട് അത് ഇതെല്ലാം ശരിയാണെങ്കിൽ മാത്രമേ, ഇതെല്ലാം ഈ പറഞ്ഞ 5 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാവൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടങ്ങ് ഒഴിവാക്കിയത് അതായിരിക്കും നല്ലത്. The less you share, the safer you are. ഇത് നമ്മുടെ കുട്ടികൾക്ക്, ഇത് നമ്മളെക്കാളും ബാധകം, നമുക്കും ബാധകമാണ്. അപ്പൊ അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഓൺലൈൻ ഫ്രണ്ട്സിനെ പറ്റിയാണ്. ഞാനൊരു ഫേസ്ബുക്ക് യൂസറാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അത് ഒരു ദിവസം നോക്കിയില്ല, ഒരു ദിവസം 5 പ്രാവശ്യം നോക്കിയില്ല, എനിക്ക് സുഖമില്ല. അതൊരു കേമായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ, നല്ല കാര്യമായിട്ടൊന്നും പറയുന്നതല്ല, അതൊരു ശീലമായി പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. 2400 500 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എനിക്കുണ്ട്. എല്ലാവരും ഒന്നും എന്റെ ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളവരല്ല, കാണാനുള്ളവരുമല്ല, കാണാൻ പോകുന്നവരല്ല. ചിലപ്പം ഇതിനകത്തൊക്കെ അപകടം ഉണ്ടാകാം, വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പോക്കറ്റിലുള്ള പണം മുഴുവൻ കൊണ്ടുപോകാൻ, നിങ്ങളെ നാണം കെടുത്താൻ, നിങ്ങളുടെ അഭിമാനം മുഴുവൻ ഇല്ലാതെയാകാൻ, ഇതിനൊക്കെ കാരണമാകാം നമ്മുടെ ഈ പറഞ്ഞ ഓൺലൈൻ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഫേസ്ബുക്കിൽ മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ പിക്ചറും വെച്ചിരിക്കുന്ന എല്ലാവരും നല്ലവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മുമ്പ് ഞാൻ പറഞ്ഞ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു വലയിലെ ഇര പിടിക്കാനിരിക്കുന്ന എട്ടുകാലികളാവാം അവർ. ഇത് നമ്മൾ അറിയണം, നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം. കഴിയുന്നതും നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിചയമില്ലാത്ത ഒരാൾക്കും നമ്മുടെ വ്യക്തി വിവരങ്ങൾ കൊടുക്കരുത്. അവരുമായി ഒന്നും നമ്മുടെ വ്യക്തി വിവരങ്ങൾ പങ്കുവയ്ക്കരുത്. അപകടം വില കൊടുത്തും അല്ലെ വില കൊടുക്കാതെ മേടിക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാൽ ദുഃഖിക്കല്ല. അപ്പോ നമുക്കും ബാധകമാണ്, മുതിർന്നെന്ന് വിചാരിക്കുന്നത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഓൺലൈൻ ഫ്രണ്ട്സിനെ നേരിട്ട് കാണാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്, ചതിക്കുഴികളാവാം. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഓൺലൈൻ ഫ്രണ്ട്സിനെ നേരിൽ കാണാൻ ശ്രമിക്കരുത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളും പോകരുത്. നമ്മൾക്ക് വേണ്ടി വല വിരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, മുതിർന്ന ആൾക്കാർക്ക്. എനിക്ക് പോലും അങ്ങനത്തെ ചില പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. മുതിർന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി വല വിരിച്ചിരിക്കുന്നവർ, മുതിർന്ന ആൾക്കാർ, ഇപ്പൊ എന്നെ പോലെയൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാർ, മോശമില്ലാത്ത ജോലിയൊക്കെ ചെയ്ത് റിട്ടയർ ചെയ്ത ആൾക്കാർ, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പിടുങ്ങാനും നമ്മുടെ വേൾഡ് വൈഡ് വെബിൽ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് വല വിരിച്ച്.
അത് ചിലതിന് ഹണി ട്രാപ്പ് എന്ന് പറയും. നമുക്ക് നല്ല മുതിർന്ന ആൾക്കാരാണ്, നമുക്ക് മനസ്സിലാവും ഹണി ട്രാപ്പ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ ഒരുപാട് അപകടങ്ങൾ അവിടെ ഇരിക്കുന്നു. എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ ഓൺലൈൻ പോകേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ കുട്ടികളെയും അങ്ങനെ തടയരുത്. പക്ഷെ ഇത്തരം അപകടങ്ങൾ അറിഞ്ഞാൽ ഇനി എന്റെ അടുത്ത പോയിന്റ്, പ്രൈവസി റൂൾസ്. നമ്മൾ ഓൺലൈനിൽ ഇടപെടുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളാണ്. നമ്മുടെ പാസ്വേഡുകൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അതാരുമായും ഷെയർ ചെയ്യരുത്. ഇപ്പോ ഇതിനെപ്പറ്റി വരുന്ന ലേഖനങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ പറയാം. ഒരുപാട് പേരുടെ പാസ്വേഡ് 1 2 3 4 8 ക്യാരക്ടേഴ്സ് മിനിമം ആണെന്ന് പറയുമ്പോഴത്തേക്ക് 1 2 3 4 5 6 7 8. അല്ലെങ്കിൽ സ്വന്തം പേരിലെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ അവനവന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെയോ മൊബൈൽ സ്കൂട്ടറിന്റെയോ ഒക്കെ നമ്പർ, ഇതൊക്കെയാണ് പലരും പാസ്വേഡായി ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടുപിടിക്കാൻ വേണ്ടി ബോധപൂർവം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന കുറെ പേരുണ്ട്, ലോകത്തിന്റെ പല കോണുകളിലുണ്ട്. അപ്പോ ശ്രദ്ധിക്കുക, വളരെ സ്ട്രോങ്ങും കണ്ടുപിടിക്കാൻ എളുപ്പമില്ലാത്തതുമായ പാസ്വേഡുകൾ ഉപയോഗിക്കാൻ, മറ്റാരുമായി ഷെയർ ചെയ്ത് ഇടയ്ക്കത് മാറുകയും വേണം. കുറെ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകട സാധ്യത കൂടും എന്നാ പറയുന്നത്. ഷെയർ ലെസ്, സ്റ്റേ സേഫ്. അതൊരു മുദ്രാവാക്യമാണ്, നമുക്ക് മനസ്സിൽ വിചാരിക്കാവുന്ന ഒരു കാര്യമാണ്. ഷെയർ ലെസ്, സ്റ്റേ സേഫ്. നമ്മൾ യാത്ര പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ പറയാം. നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്കൊക്കെ നാലാളോട് പറയണ്ടേ? പണ്ടൊക്കെ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒന്ന് പരപ്പുറത്ത് കയറുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഞാൻ മുട്ടയിട്ടേ എന്ന് വിളിച്ചത്. നാട്ടുപുറത്ത് ജനിച്ച ആൾക്കാർക്ക് അങ്ങനെ എത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാവരും യാത്ര പോകുന്ന കാലം, ഞാനിതാ എവിടെ നേപ്പാളിലെത്തി, ഭൂട്ടാനിലെത്തി, അല്ലെങ്കിൽ ശ്രീലങ്ക എത്തി, അല്ലെങ്കിൽ ഇതാ ജർമ്മനിലെത്തി, ഫോട്ടോസ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇത് ഒരിക്കലും ഞാൻ എന്റെ ഒറിജിനൽ തമാശയല്ല, ആരോ പറഞ്ഞത് തമാശയാണ്. അതായത് ഞങ്ങൾ ഇവിടെ പൊളിക്കുകയാണ് എന്ന് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞപ്പോ, അതോ സ്വിറ്റ്സർലൻഡ് അവർ എത്തിക്കഴിഞ്ഞപ്പോ, ഒരു കുടുംബം ഇങ്ങനെ എല്ലാവരും കൈവിരിച്ച് നിന്നിട്ട് ആൽപ്സ്, അപ്പൊ സ്വിറ്റ്സർലൻഡാണ്, ആൽപ്സ് മുകളിൽ മഞ്ഞുകട്ടകൾ കിടക്കുക, ഞങ്ങൾ ഇതാ പൊളിക്കുകയാണ്. ഇത് കണ്ട് കള്ളൻ, നമ്മുടെ നാട്ടിലെ ഒരു കള്ളൻ ഒരു കമന്റ് ഇട്ട് അതിന്, ഞാനും ഇവിടെ പൊളിക്കുകയാണെന്ന്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ വീട്. അവർ തിരിച്ചു വന്നപ്പോഴേക്കും അവരുടെ വീട് പൊളിച്ച് അതിനകത്തുള്ള എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സേഫ്റ്റി കുറെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇങ്ങനെ കോഴി മുട്ടയിട്ടതുപോലെ പുറത്ത് അവിടെ കൊക്കോന്ന് വിളിച്ച് പറയരുത്. നമ്മൾ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ സേഫ്റ്റിക്കകത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണം സെലക്ട് ചെയ്ത് ഫോട്ടോസ് ഇടാം. ഞങ്ങൾ പൊളിച്ചു, പാഷൻസി പറയണം, ഞങ്ങള് ആൽപ്സ് പർവ്വതത്തിന് മുകളിൽ പോയി, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ ഇല്ലാത്തപ്പോ നമ്മളിവിടെ ഇല്ല എന്നുള്ളത് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൈവസി റൂൾസ്, നമ്മുടെ പാസ്വേഡുകൾ, നമ്മൾ എപ്പോ എവിടെയാണെന്നുള്ള കാര്യം, ഇതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്, അപകടമാണ്. അടുത്തത്, നമ്മളിതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്, ഇതൊക്കെ നമുക്കും ബാധകമാണ് കേട്ടോ. അടുത്ത പോയിന്റ്, 6ാമത്തെ പോയിന്റ്, ഫാമിലി റൂൾസ്. ചില ബേസിക് റൂൾസ് നമ്മുടെ കുടുംബത്തിൽ എല്ലാ കാര്യത്തിലും വേണം. ഒരുപാട് റൂളായി കഴിഞ്ഞാൽ ഒരു പട്ടാള ക്യാമ്പ് പോലെ ആയിപ്പോ, അത്രയും വേണ്ട. സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചില ബേസിക് റൂൾസ് സെറ്റ് ചെയ്യാം നമ്മുടെ കുടുംബത്തിൽ. ഇത് മക്കൾക്ക് മാത്രമല്ല, മാതാപിതാക്കളും ഈ റൂൾസ് ഫോളോ ചെയ്യണം. അതെന്താണ്? ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. എഴുന്നേറ്റാൽ 1 മണിക്കൂർ നേരത്തേക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഒന്നും നോക്കരുത്, മൊബൈൽ ഫോൺ അടക്കം നോക്കുക. ഉറങ്ങാൻ പോകുന്നതിന്റെ 1 മണിക്കൂർ മുൻപും എല്ലാവരും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഓഫ് ചെയ്യുക.
അതുപോലെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈമിന് ലിമിറ്റ് വെക്കുക. ടി വി കാണാൻ എത്ര സമയം, എപ്പോൾ, അതുവരെ മിടുക്കന്മാർ എക്സ്റ്റെൻഡ് ചെയ്ത് കളയും, അത് വേറെ കാര്യം. അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര സമയം, ഒരു സെറ്റ് സ്ക്രീൻ ടൈം ലിമിറ്റ്, ഇതെല്ലാം പാലിക്കണം. പിന്നെ നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം കുടുംബത്തിൽ. മിക്കവാറും വീട്ടിലത് പതിവില്ല. കാരണം അച്ഛൻ തിരക്കിലായിരിക്കും, അമ്മ തിരക്കിലായിരിക്കും, മക്കള് ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും, ട്യൂഷൻ കഴിഞ്ഞ് വന്നതായിരിക്കും. അപ്പൊ ഓരോരുത്തരും ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു, മൊബൈൽ ഫോണിലിരിക്കുന്നു. ഒന്നിരുന്നാൽ തന്നെ എല്ലാവരും അവരുടെ മൊബൈൽ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുക. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുടുംബം അവിടെ തീർന്നു. അതുകൊണ്ട് ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമാണ്. എന്താണെന്നറിയോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ മാറ്റി വെക്കുക, ടി വി പോലും ഓഫ് ചെയ്യുക. കുടുംബത്തിന് സംസാരിക്കാനുള്ള, പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസരമാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. ഇപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളെ, ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. The family who talks together stays together. കമ്മ്യൂണിക്കേഷൻ വീട്ടിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മക്കൾ അവരുടെ വഴിക്ക് പോകും, അവരുടെ സന്തോഷങ്ങൾ തേടി പോകും, അവരുടെ സുഹൃത്തുക്കളെ തേടി പോകും. നമ്മൾ വെറുതെ പൈസ കൊടുക്കുക മാത്രം ചെയ്യുന്ന കുറച്ച് ATM, എനി ടൈം മണി, അതിന്റെ മറ്റേതിന്റെ കുടുംബം അല്ലായിരിക്കില്ല, പക്ഷെ നമ്മുടെ ATM ഇതാണ്, എനി ടൈം മണി. എപ്പ ചോദിച്ചാലും പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക്. പണ്ട് പവർ കട്ട് വന്നപ്പോൾ ഉണ്ടായൊരു കഥ കേട്ടിട്ടുണ്ട്. പവർ കട്ട് ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും അസ്വസ്ഥത തോന്നി, കുറെ മുമ്പാ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പവർ കട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം കറണ്ട് ഇല്ല, വല്ല മെഴുകിലേക്ക് ഉണ്ടാവുള്ളൂ, പണ്ടത്തെ പോലെ വിളക്കൊന്നും ഇല്ലല്ലോ. അപ്പോ എല്ലാവരും ഇരുട്ടത്താണെങ്കിലും പുറത്തിറങ്ങിയും ചിലപ്പോൾ നിലാവുണ്ടാവും, പുറത്തിറങ്ങിയിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോ കുടുംബ ബന്ധങ്ങൾ, അച്ഛനും മക്കളും അമ്മയും ഒക്കെ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഉറച്ചത് പവർ കട്ടാണ്. പിന്നെ പവർ കട്ടുകൊണ്ട് ആൾക്കാർ കാത്തിരിക്കാൻ തുടങ്ങി. ഇപ്പൊ പവർ കട്ട് ഉണ്ടെങ്കിൽ അതിന് അത്ര ഇമ്പാക്ട് ഇല്ല. കാരണം മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പൊ ഇൻവേർട്ടർ ഒക്കെ ഉണ്ട്, നമ്മൾ അറിയുന്നതില്ല, പവർ പോകുന്നു വരുന്നു. അപ്പോ അതിന്റെ ഒരു പവർ കട്ട് വേണമെന്നല്ല ഞാൻ പറയുന്നത്, കുടുംബത്തിലെ ആൾക്കാർക്ക് പരസ്പരം സംസാരിക്കാനുള്ള അവസരം വേണം. അതിന് എന്താണ് പറയുക, ക്വാളിറ്റി ടൈം എന്നൊക്കെയാണ് സൈക്കോളജിക്കാർ പറയുന്നത്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ഭക്ഷണത്തിന് രുചി കൂടും, പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ വേണ്ട, TV വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് ഫാമിലി റൂൾസ്. ടോക്ക് ഓപ്പൺലി അബൌട്ട് ഓൺലൈൻ എക്സ്പീരിയൻസസ്. ഇപ്പോ യഹൂദരെ പറ്റി അവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേമത്തിൽ പറയാറുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇക്കണോമിക്സിന്റെ കാര്യങ്ങളാണ്, അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അച്ഛൻ ഭക്ഷണ ടേബിളിൽ പറയുന്നത്, എന്റെ അച്ഛന്റെ അച്ഛൻ ബിസിനസ്സിൽ എങ്ങനെ മിടുക്കനായി, പരാജയങ്ങളെ എങ്ങനെ നേരിട്ടു എന്നൊക്കെയാണ്. അപ്പൊ അവര് ബിസിനസിന്റെ ആൾക്കാരാണ്, ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ഓൾ ഓവർ ദ വേൾഡ്. നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണക്കാരാണല്ലോ, ബിസിനസ്സുകാരൊന്നും ആവണമെന്നില്ല. നമ്മള് നമ്മുടെ അനുഭവങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കണം. മക്കൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സിലാകുമ്പോൾ, താഴെ ക്ലാസ്സിലുള്ള സമയത്തൊക്കെ അവരിങ്ങനെ വന്നിട്ട് നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കും. മനസ്സിലെ ഒരുപാട് കഥ പറയാനുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടി 2ാം ക്ലാസ്സിലെ കുട്ടിക്കൊക്കെ ഒരുപാട് കഥ. അമ്മേ 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 ഇന്ന് അവിടെ എന്തുണ്ടായറിയാമോ, ടീച്ചർ എന്താ പറഞ്ഞറിയാമോ എന്നെല്ലാം പറഞ്ഞേ. ഈ സംസാരം കുറച്ച് കുറെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഹൈസ്കൂളിലാകുമ്പോൾ കുറഞ്ഞു, ഹയർ സെക്കൻഡറിയിലേക്ക് ആകുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ കിട്ടുന്നതന്നെ ഇഷ്ടമല്ല. പെൺകുട്ടികൾക്ക് അമ്മയോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അമ്മയെ കാണുന്നത് ഇഷ്ടമല്ല, ആൺകുട്ടികൾക്ക് അച്ഛനെയും ഇല്ലേ. അതിനെ കുറച്ച്, അത് ഒന്ന് അവരുടെ പ്രായവും അവരുടെ സൈക്കോളജിയും അവരുടെ ഇമോഷണൽ ഇംബാലൻസും അവരുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. സൈക്കോളജി കുറെ കാര്യങ്ങൾ പറയാം. 2 നമ്മളവിടെയൊക്കെ പെരുമാറ്റം തന്നെയാണ്. നമുക്ക് ഇതിനൊന്നും സമയമില്ല, കുട്ടികൾ നമ്മൾ നടന്നു പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ ഭക്ഷണവേളകളെങ്കിലും പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. A family that talks stays safe together. ശരി, അടുത്ത എന്റെ പോയിന്റ് 11 പോയിന്റ് എനിക്ക് പറയാനുള്ളത്. 7ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കിടക്കുകയാണ്. കോമൺ സൈബർ ത്രെറ്റ്സ്. ഇതുവരെ പറഞ്ഞത് ഡിജിറ്റൽ ലോകത്തിലെ ചില കാര്യങ്ങളാണ്.
ഇനി ഈ ഡിജിറ്റൽ ലോകത്തു നിന്ന് നമുക്ക് വരാവുന്ന ചില അപകടങ്ങൾ, അതാണ് അടുത്ത 7ാമത്തെ പോയിന്റ്. അതാണ് കോമൺ സൈബർ ത്രെറ്റ്സ്. ഇത് കൂടുതലും അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികളാണ്. സൈബർ ബുള്ളിയിങ്. ബുള്ളിയിങ് നമുക്കൊക്കെ പരിചയമുണ്ട്, ആ വാക്ക് പരിചയമില്ലായിരിക്കുമെങ്കിലും. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ലേ, നല്ല മനസ്സിലുള്ള ചില കുട്ടികളൊക്കെ നമ്മളെ ഇടിക്കാൻ വരികയും ചില ഗാങ്ങുകൾ നമ്മളെ കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുള്ളിങ് ആൺകുട്ടികൾക്കാണെങ്കിൽ നല്ലവരാണ് എനിക്കറിയാം, കുട്ടികളെ എനിക്കറിയാം. അപ്പോ സൈബർ ആദ്യത്തെ തന്നെ സൈബർ ഫോമാണ് സൈബർ ബുള്ളിങ്. അതായത് നമ്മുടെ ഓൺലൈൻ ലോകത്ത് നമ്മളെ കളിയാക്കുക, നമ്മളെ ഭീഷണിപ്പെടുത്തുക, വാതിലടക്കിയോ അസാധാരണമായി പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് വിചാരിക്കാം എന്തോ കുഴപ്പമൊക്കെ ഉണ്ട്. അത് ഇതുമാകാം. അവർ കുട്ടികളുമായി സംസാരിക്കാനുള്ള ഒരു ഒരു എന്താണ് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ അവരത് തുറന്നു പറയും. രണ്ടാമത്തെ അപകടം, സൈബർ ലോകത്തെ രണ്ടാമത്തെ അപകടം, കോമൺ സൈബർ ത്രെറ്റ്സ് ആയി പറയുന്നത്. അത് രണ്ടാമത്തേത് സൈബർ ഗ്രൂമിങ്. അതെന്നെ അറിയാമോ? മുതിർന്ന ആളുകൾ കുട്ടികളെ അങ്ങോട്ട് സ്വന്തമാക്കി എടുത്തു. പ്രത്യേകിച്ചും മാതാപിതാക്കളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത കുട്ടികളെയാണ്. അച്ഛനും നിന്നോട് സംസാരിക്കാൻ സമയമില്ലല്ലേ, അമ്മയ്ക്ക് സംസാരിക്കാൻ സമയമില്ലല്ലേ, ഞാനുണ്ടല്ലോ, നിന്റെ അങ്കിൾ അല്ലെങ്കിൽ നിന്റെ ആന്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മുതിർന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ 10-30 വയസ്സുള്ള ആളോ ഒക്കെ ആയിരിക്കാം. കുറച്ചുകൂടെ പ്രായമുള്ള അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പതുക്കെ കുട്ടിയെ മാനസികമായിട്ട് ആകർഷിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വേണമെങ്കിൽ ചില സമ്മാനങ്ങളൊക്കെ ഇപ്പൊ അയക്കാൻ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണേ അയച്ചു കൊടുക്കുക. അങ്ങനെ പതുക്കെ കുട്ടിയുടെ വിശ്വാസമാർജിച്ച് ഒരു ലെവലെത്തി കഴിയുമ്പോൾ ചൂഷണം ചെയ്തവരാണ്. ഏതൊരു ചൂഷണമാണ്. ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്സ് വരെ ആകാം. അതിനെപ്പറ്റി പറയാൻ പോകുന്നത് അതാണ് സെക്സ്റ്റോർഷൻ. അതൊരു ഓട്ടോമാറ്റിക് രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന എക്സ്റ്റോർഷൻ. എന്താണ് സംഭവം? സ്വകാര്യ ഫോട്ടോ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രൂം ചെയ്തതിനു ശേഷമോ അല്ലാതെയോ കുട്ടിയുമായിട്ട് നല്ല അടുപ്പം സ്ഥാപിച്ചു കഴിയുമ്പോൾ സ്വകാര്യ ഫോട്ടോ ഇഷ്ടമുള്ള ആളാണ്, അതായിരിക്കും എത്ര സമ്മാനങ്ങൾ ഇഷ്ടമുള്ള ആളാണ്, അതായിരിക്കും എത്ര സമ്മാനങ്ങൾ, എന്നെ എന്തെല്ലാം കാര്യങ്ങൾ സഹായിക്കും, ഇങ്ങനെയൊക്കെയുള്ള ആള് ആവശ്യപ്പെടുമ്പോൾ തീർന്നു. അതോടെ ആ കുട്ടിയുടെ കാര്യം കഴിഞ്ഞു.